Hi all, Anu again. This is the 5th lecture of class 10 physics chapter electricity. ഈ ലെക്ചറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഇലക്ട്രിക് പവറും ഒക്കെയാണ്. നേരെ തുടങ്ങിയാലോ? നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പഠിച്ചപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് കോമ്പണൻസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു എനർജി സോഴ്സായിട്ട് നമ്മൾ യൂഷ്വലി കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തായിരുന്നു? ഒരു സെല്ല് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് സെൽസ്, അതായത് ബാറ്ററി. അപ്പോൾ ശരിക്കും ഈ ബാറ്ററി എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ബാറ്ററിയിൽ ശരിക്കും ഇൻഫാക്റ്റ് ഒരു കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർഷനാണ് നമ്മുടെ ബാറ്ററിയിൽ നടക്കുക. അപ്പോൾ ഈ ബാറ്ററിക്കുള്ളിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് ഈ രണ്ട് ടെർമിനൽസിൻ്റെ എക്രോസ് ആയിട്ട് ഈ ബാറ്ററി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു സർക്യൂട്ടിൽ കൂടെ ദ മോഷൻ ഓഫ് ഇലക്ട്രോൺസിനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് ബാറ്ററിയിൽ ഒരു കെമിക്കൽ എനർജി എക്സ്പെൻഡ് ചെയ്തിട്ട് ബാറ്ററി ആ രണ്ട് ടെർമിനൽസിൻ്റെ എക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ചാർജ് ഫ്ലോ ചെയ്യും. അതായത് ഇലക്ട്രിക് കറണ്ട് ആ സർക്യൂട്ടിൽ ജനറേറ്റഡ് ആവും. ഈ കറണ്ട് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് കുറച്ച് യൂസ്ഫുൾ വർക്ക് ആക്കിയെടുക്കുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ട് കൂടെ വരുന്ന കറണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഫാനാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഫാനിൻ്റെ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഫാൻ കറങ്ങും, നമുക്ക് കാറ്റ് കിട്ടും അല്ലേ? അതല്ല, ഒരു ബൾബാണ് കണക്ട് ചെയ്തേക്കുന്നെങ്കിലോ അതും ഒരു വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് ലൈറ്റ് എനർജി കിട്ടും. അപ്പോൾ ഈ പറയുന്ന വർക്ക്, ഈ ഒരു കൺവേർഷൻ നടക്കുന്നത് കൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ കുറേയേറെ നേരം ഫാൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത് ചൂടാവും. അതുപോലെ തന്നെ ബൾബാണെങ്കിലും നമ്മൾ കുറേയേറെ നേരം ലൈറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? അവിടെയും ഈ ബൾബ് ചൂടാവും അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? കുറേ എനർജി അത് ഈ പറഞ്ഞ ലൈറ്റ് എനർജി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എനർജി അവിടെ എന്താ സംഭവിക്കുക? ആ ഗാഡ്ജറ്റിൽ, ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിൽ അത് ഒരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ടിൽ ഒരു ഫാനോ അല്ലെങ്കിൽ ബൾബോ ഒക്കെ ഉള്ളപ്പോൾ പോലും അതിൽ കുറേ എനർജി ഈ ഹീറ്റായിട്ട് കൺവേർട്ടഡ് ആവുക. അതായത് നമുക്കൊരു ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഒരു ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നതിന് പകരം ഈ സർക്യൂട്ട് പ്യുവർലി റെസിസ്റ്റീവ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഈ സർക്യൂട്ടിൽ നമ്മൾ ഈ ബാറ്ററിയുടെ കൂടെ ആകെപ്പാടെ കണക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് സീരീസ് ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ റെസിസ്റ്റേഴ്സ് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് കറണ്ടൊക്കെ എവിടെ പോകും? എന്താവും? നമുക്ക് എനർജി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റേഴ്സിൽ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽ എനർജി, അതായത് ഇതുവഴി ഒഴുകുന്ന ഇലക്ട്രിക് കറണ്ട് മൊത്തം ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റഡ് ആവും. ഇങ്ങനെ ഈ ഇലക്ട്രിക് കറണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഹീറ്റായിട്ട് കൺവേർട്ടഡ് ആവുന്ന അല്ലെങ്കിൽ ഹീറ്റായിട്ട് ഡെസിപ്പേറ്റഡ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ദ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് മാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന കുറേ ഗാഡ്ജറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തുണികളൊക്കെ അയൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അയൺ ബോക്സ്, ഹീറ്റർ, വാട്ടർ ഹീറ്ററൊക്കെ. അപ്പോൾ ശരിക്കും എന്താണ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഒരു കണ്ടക്ടറിൽ ആ ഒരു ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റഡ് ആവുന്ന ആ ഒരു പ്രോസസ്സ്. അതുകൊണ്ട് ഈ റെസിസ്റ്റേഴ്സൊക്കെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ള ഏതൊരു ഡിവൈസും ഹീറ്റഡ് അപ്പ് ആവുന്ന, അതായത് ചൂടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുക? ഒരു കണ്ടക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടറിനുള്ള റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ടാണ് അതിലൂടെ ഒഴുകുന്ന ഇലക്ട്രിക് കറണ്ട് ഹീറ്റ് ജനറേറ്റഡ് ആവുക. അതായത് ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഇലക്ട്രിക് കറണ്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സപ്പോസ് R റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്ററിൽ കൂടെ I എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ അവരുടെ ടെർമിനൽസിന് അക്രോസ് ഉള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V ആണ്. ഫോർ എ ടൈം സ്പാൻ ഓഫ് T ഒരു ചാർജ് Q ഈ ഒരു റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്.
വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ ഒരു റെസിസ്റ്റർ കൂടെ പാസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന വർക്കിൻ്റെ എമൗണ്ട് എന്തായിരിക്കും? ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ. അതിനർത്ഥം നമ്മുടെ എനർജി സോഴ്സ് വി ഇൻറ്റു ക്യൂ അത്രയും എമൗണ്ട് ഓഫ് എനർജി സപ്ലൈ ചെയ്യണം ഫോർ എ ടൈം സ്പാൻ ഓഫ് ടി. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വി ക്യൂ ആണ്. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട പവർ എന്തായിരിക്കും? വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ടി. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണെന്ന്. നമ്മൾ അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് പവർ പീനെ എന്ത് എഴുതാം? വി ഇൻറ്റു ക്യൂ ബൈ ടി എന്നുള്ളതിന് വി ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ പവറിൻ്റെ ഇക്വേഷനാണ് വി ഐ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഇൻറ്റു ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. നമ്മളുടെ ഈ എനർജി സോഴ്സിൻ്റെ പവർ വി ഇൻറ്റു ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എനർജി സോഴ്സ് ഒരു ടി സമയത്തേക്ക് ആ ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്ന എനർജി എത്രത്തോളം ഉണ്ടാവും? ടി സമയത്തേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പി ഇൻറ്റു ടി അല്ലേ? പി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഐ. അപ്പോൾ വി ഐ ഇൻറ്റു ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു സർക്യൂട്ടിൽ ആ ഒരു എനർജി സോഴ്സ് ടി സമയത്തേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അത്രയും സമയത്തിൽ ആ ഒരു റെസിസ്റ്ററിൽ ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ ഒരു സ്റ്റഡി കറണ്ട് ഐ ഉള്ളപ്പോൾ ഒരു ടി സമയം കൊണ്ട് ആ റെസിസ്റ്ററിൽ ഡെസിപ്പേറ്റഡ് ആവുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓംസ് ലോയിൽ എന്താ പഠിച്ചേക്കുന്നത്? നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഐ ആർ. ആ വിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്നുള്ളതിന് പകരം എച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ടി. അപ്പോൾ നമ്മളുടെ എച്ചിൻ്റെ ഇക്വേഷൻ എന്താവും? ഐ സ്ക്വയർ ആർ ടി. ഈ ഒരു ഇക്വേഷനിലെ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? ഈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹീറ്റ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് ഡിസിപ്പേറ്റഡ്. അപ്പോൾ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ഇൻ എ ഗിവൺ റെസിസ്റ്റൻസ്. And it is directly proportional to the resistance of the resistor for a given current, and again it is directly proportional to the time for which the current flowing through the conductor. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു റെസിസ്റ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഗിവൺ കറണ്ടിന് ആ ഒരു റെസിസ്റ്റൻ്റെ വാല്യൂ ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ എത്ര നേരത്തേക്കാണോ ഈ റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഒഴുകുന്നത് ആ ടൈമുമായിട്ടും ഈ പറയുന്ന ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. Now we are moving on to the practical applications of heating effect of electric current. ഒരു കണ്ടക്ടറിൽ കറണ്ട് ഒഴുകുമ്പോൾ ഹീറ്റ് ജനറേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള പരിണിത ഫലമാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഡിവൈസസിനൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ചൂട് കൂടുമ്പം നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഓൾട്ടർ ആയി പോകും, അതൊക്കെ ചേഞ്ച് ആയി പോകും. നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിവൈസ് തന്നെ ചിലപ്പോൾ കേടായി പോവുകയൊക്കെ ചെയ്യും. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് ഇഫക്റ്റ് നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മൾ അയൺ ബോക്സ്, ഹീറ്റർ, ടോസ്റ്റർ, അവൻ, അങ്ങനെ കുറേ എണ്ണം. ജൂൾസ് ഹീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക് ബൾബാണ്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുക? നമ്മുടെ ഇലക്ട്രിക് ബൾബിലെ ഫിലമെൻറ്റിൽ ഈ ഒരു മാക്സിമം ഹീറ്റ് ജനറേറ്റഡ് ആവും. എന്നിട്ട് അത് നല്ലോണം ചൂടായിട്ട് വെരി ഹോട്ട് അത്രയും ആയി കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്? അത് ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഫിലമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു മെറ്റൽ എന്ന് പറയുന്നത് കുറച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉരുകി പോകാൻ പാടുണ്ടോ? പറ്റില്ല. അപ്പോൾ നമ്മൾ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ടങ്സ്റ്റൺ ഒക്കെ പോലെയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. ടങ്സ്റ്റൻ്റെ ഒക്കെ മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ്? 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ടെമ്പറേച്ചർ വന്നാലേ ഉള്ളത് മെൽറ്റ് ചെയ്ത് പോവുള്ളൂ. അപ്പോൾ ഈ ഫിലമെൻ്റ് എന്ത് ചെയ്യും? മാക്സിമം ടെമ്പറേച്ചർ അതിൽ റീറ്റെയിൻ ചെയ്ത് അത് നല്ലോണം ചൂടായി അതായത് കൂടുതലും അവിടെ ഉണ്ടാവുന്നത് ഹീറ്റ് എനർജിയാണ്. ദെൻ വളരെ കുറച്ചൊരു എമൗണ്ട് ലൈറ്റ് എനർജി ആയിട്ടും അത് കൺവേർട്ടഡ് ആവും. ആ ലൈറ്റ് എനർജിയാണ് നമ്മൾ ശരിക്കും
ആകുമ്പോഴേക്കും നമുക്ക് വേണ്ട ലൈറ്റായിട്ട് നമ്മളത് ഉപയോഗിക്കാം. ഇത്രയും ചൂടൊക്കെ ആവുന്ന ഫിലമെൻ്റ് അല്ലേ. അപ്പോൾ ഈ ഫിലമെൻറ്റിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട്, നമുക്ക് കൂടുതൽ കാലം അത് നിലനിൽക്കാനായിട്ട് നമ്മുടെ യൂഷ്വലി ഈ ബൾബുകളിലൊക്കെ നമ്മൾ ഈ ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗണും അതുപോലെ തന്നെ കെമിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഗ്യാസും ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് വരിക. ഇതേപോലെ ജൂൾസ് ഹീറ്റിങ്ങിൻ്റെ വേറൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ ലോണ്ടറി പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് അയൺ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് അയണിൻ്റെ ആ ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു എലമെൻറ്റിനെ ഹീറ്റഡ് അപ്പ് ആകാൻ, അതായത് ചൂടാക്കാനായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ യൂഷ്വലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അലോയ്സ് ഒക്കെയാണ് ഈ ഇലക്ട്രിക് അയണിൻ്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക. ജൂൾസ് ഹീറ്റിങ്ങിൻ്റെ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫ്യൂസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫ്യൂസ് എന്തിനാണ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ ഉപയോഗിക്കുക? ആ ഒരു സർക്യൂട്ട്സിനെയും ആ സർക്യൂട്ട്സിലുള്ള അപ്ലയൻസസിനെയും ഒക്കെ അതിൽ താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ കറണ്ട് ഒഴുകി അതുവഴി കറണ്ട് ഫ്ലോ ചെയ്ത് അത് കേടായി പോകാതിരിക്കാനായിട്ട് അവരെ ആ ഒരു എക്സസ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഫ്യൂസ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്യൂസ് വർക്ക് ചെയ്യുക? നമ്മൾ ഫ്യൂസ് എപ്പോഴും ഈ പറയുന്ന അപ്ലയൻസസിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു അപ്ലയൻസസിലൊക്കെ കൂടെ ഒഴുകാൻ പറ്റുന്ന ഒരു മാക്സിമം കറണ്ട് ഉണ്ടല്ലോ, അതിൽ കൂടുതൽ കറണ്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫ്യൂസ് ഉരുകിപ്പോയി ആ ഒരു കണക്ഷൻ ഡിസ്കണക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തേക്കുക. അതായത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്യൂസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അത് ആ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യും. നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് നമ്മൾ അയൺ, കോപ്പർ, ലെഡ്, അലുമിനിയം പോലെയൊക്കെയുള്ള ചെറിയ ഫ്യൂസ് വയേഴ്സാണ്. അപ്പോൾ അതിലൂടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ടിൽ കൂടുതൽ ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയിട്ട് ഇവർ അതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റിലാണ് ഇതിൻ്റെ തിക്നെസ്സും ഇതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് മെൽറ്റായി പോവും. അപ്പോൾ ഈ തമ്മിലുള്ള കണക്ഷൻ ഡിസ്കണക്റ്റഡ് ആയി പോവില്ലേ. അപ്പോൾ നമ്മുടെ കറണ്ട് ഫ്ലോയിനെ ആ കറണ്ടിൻ്റെ ഫ്ലോ അവർ ഇൻഹിബിറ്റ് ചെയ്യും. നമ്മൾ യൂഷ്വലി ഡൊമസ്റ്റിക് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂസിൻ്റെ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് 1 ആംസ് ഉണ്ട്, 2 ആംസ് ഉണ്ട്, 3 ആംസ് ഉണ്ട്, 5 ആംസ് ഉണ്ട്, അതുപോലെ തന്നെ 10 ആംപിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രിക് ഹീറ്റർ, ആ ഹീറ്ററിൻ്റെ പവർ കൺസെപ്ഷൻ എന്ന് പറയുന്നത് 1 കിലോവാട്ട് അല്ലെങ്കിൽ 1000 വാട്ട്സ് ആണ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ടും ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്കറിയത്തില്ലേ P = പവർ = V × I. അപ്പോൾ അതിലൂടെ ഒഴുകാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് കറണ്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? I = P / V. അപ്പോൾ നമുക്ക് പവർ അറിയാം 1000 വാട്ട്സ്, അതുപോലെ തന്നെ വോൾട്ടേജ് അറിയാം 220. അപ്പോൾ 1000 / 220 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് അതിനകത്തൂടെ ഒഴുകാൻ പറ്റുന്ന മാക്സിമം കറണ്ട് കിട്ടുക? 4.5 ആംപിയർ ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിൽ കൂടെ മാക്സിമം അലവബിൾ ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് 4.5 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഫ്യൂസാണ് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ 5 ആംപിയർ റേറ്റിംഗ് ഉള്ള ഫ്യൂസ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇൻ കേസ് അതിലൂടെ 5 ആംപിയറോ അതിൽ കൂടുതലുള്ള കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഫ്യൂസ് മെൽറ്റായി പോവും. അപ്പോൾ അതിൽ കൂടുതലുള്ള കറണ്ട് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ഹീറ്ററിലേക്ക് അവർ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കത്തില്ല. അപ്പോൾ നമുക്ക് പവർ റേറ്റിങ്ങും വോൾട്ടേജ് റേറ്റിങ്ങും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്യൂസ് സെലക്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഇലക്ട്രിക് സർക്യൂട്ടിലെ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഒരു വോൾട്ടേജ് വേരിയേഷനൊക്കെ വന്ന് ഹയർ വോൾട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു നമ്മളുടെ അപ്ലയൻസസ് ഒന്നും നശിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടാണ്. ആൻഡ് അഗെയിൻ എപ്പോഴും ഓർത്തോളം ഫ്യൂസ് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയാം. അതായത് ഈ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതും അല്ലെങ്കിൽ എന്താ നമ്മുടെ എനർജി കൺസെപ്ഷൻ്റെ റേറ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു വെച്ചത് എന്താണ്? ഒരു റെസിസ്റ്ററിൽ ഡെസിപ്പേറ്റഡ് ആവുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് H = VIT പഠിച്ചു അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് H = I² RT കിട്ടി. അതുപോലെ തന്നെ H = V² / R × T കിട്ടി. അതായത് നമുക്ക് Hന് ഇത്രയും 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ H കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഒരു സർക്യൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഡെസിപ്പേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എനർജിയുടെ അളവാണ്. അപ്പോൾ ഈ എനർജി ഡെസിപ്പേറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നതാണ് എന്ത്? പവർ. അതായത് എനർജി / ടൈം. അപ്പോൾ H / ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് P കിട്ടും. അപ്പോൾ നമുക്ക് Hൻ്റെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? H = VIT.
അപ്പോൾ പെർ യൂണിറ്റ് ടൈം ആകുമ്പോൾ നമ്മുടെ ടി കട്ടായി പോവില്ലേ. അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്താണ്? VI. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓംസ് ലോയിലെ ഓരോ ഇക്വേഷൻസും, ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ ഹീറ്റിന് കിട്ടിയ ഓരോ ഇക്വേഷൻസിലും ഈ ഓംസ് ലോയിലെ ഓരോ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പവറിന് 3 ടേംസ് കിട്ടും. പവർ ഈസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡഡ് ബൈ R, പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ R, ആൻഡ് അഗെയിൻ പവർ ഈസ് ഈക്വൽ ടു V ഇൻറ്റു I. പവറിൻ്റെ SI യൂണിറ്റ് ആണ് വാട്ട്സ്. അപ്പോൾ ഒരു വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് പവർ കൺസ്യൂംഡ് ബൈ എ ഡിവൈസ് ദാറ്റ് ക്യാരീസ് 1 ആംപിയർ ഓഫ് കറണ്ട് വെൻ ഓപ്പറേറ്റഡ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഒരു സർക്യൂട്ടിൽ ഒരു 1 ആംപിയർ കറണ്ട് ഒഴുകുമ്പോൾ ആ ഒരു ഡിവൈസിൽ കൺസ്യൂംഡ് ആയിട്ടുള്ള ആ ഒരു പവറിൻ്റെ എമൗണ്ടിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പവറിൻ്റെ അളവിനെയാണ് നമ്മൾ 1 വാട്ട് എന്ന് പറയുന്നത്. അതായത് 1 വാട്ട് ഈസ് ഈക്വൽ ടു 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ, ദാറ്റ് ഈസ് 1 വോൾട്ട് ആംപിയർ. പക്ഷേ ഈ വാട്ട് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കോമൺ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയൊരു യൂണിറ്റ് ആയിട്ടുള്ള കിലോ വാട്ടായി ഉപയോഗിക്കാം. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1000 വാട്ട്സ്. അപ്പോൾ നമുക്കറിയാം എനർജി, നമ്മളിപ്പോൾ പവറിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അടുത്തത് എനർജി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്നത്? പവർ ഇൻറ്റു ടൈം ആയിരുന്നു. അതായത് പ്രോഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം എന്ന് പറയുന്നതാണ് എനർജി. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും? അതായത് പവറിൻ്റെ യൂണിറ്റ് വാട്ട് ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ്. അപ്പം നമ്മൾ പറഞ്ഞതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ ഒരു യൂണിറ്റാണ് വാട്ട് അവർ. വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താ? 1 വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ട് പവർ ഒരു 1 അവർ നേരത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കൺസ്യൂംഡ് ആയിട്ടുള്ള എനർജീനാണ് നമ്മൾ 1 വാട്ട് അവർ എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഇവിടെ 1 വാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറാണ്. അപ്പോൾ അതിനെയാണ് ശരിക്കും നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ കറണ്ട് ചാർജൊക്കെ വരുമ്പോഴേക്കും ഇത്ര യൂണിറ്റ് കറണ്ട് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു കിലോ വാട്ട് അവറിനെയാണ്. അപ്പോൾ നമ്മളുടെ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവറാണ്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ വേറൊരു രീതിയിലും കൂടെ എഴുതാമേ. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1000 വാട്ട്. 1 അവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 3600 സെക്കൻഡ്സ്. അപ്പോൾ 1000 ഇൻറ്റു 3600 വരും. ദാറ്റ് ഈസ് 3.6 ഇൻറ്റു 10⁶ വാട്ട് സെക്കൻഡ്. അതിനെ നമുക്ക് 3.6 ഇൻറ്റു 10⁶ ജൂൾ എന്ന് എഴുതാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ടേം എന്ന് പറയുന്നത് റേറ്റിംഗ് ഓഫ് എ ഡിവൈസ്. എന്താണ് ഒരു ഡിവൈസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിൻ്റെ ഇലക്ട്രിക് പവറും അതിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും, അതിനെയാണ് നമ്മൾ ആ ഒരു ഡിവൈസിൻ്റെ റേറ്റിംഗ് എന്ന് പറയാം. നമുക്കൊരു ഡിവൈസിൻ്റെ റേറ്റിംഗ് അറിയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ്. ആൻ ഇലക്ട്രിക് ബൾബ് ഈസ് റേറ്റഡ് 220 വോൾട്ട് ആൻഡ് 100 വാട്ട്. ഫൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്താണ്? 220 വോൾട്ട്. പവർ റേറ്റിംഗ് എത്രയാണ്? 100 വാട്ട്. അപ്പം നമുക്കറിയത്തില്ലേ പവറിൻ്റെ വോൾട്ടേജിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അപ്പോൾ R എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ അതിൽ നിന്ന് R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ P എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 220 ഇൻറ്റു 220 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 484 ohms. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 484 ohms. So this is all about the heating effect of electric current, their applications and electric power. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും മറക്കരുത്. വീണ്ടും നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു ലൈവിൽ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നമുക്കതൊക്കെ സോൾവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗുഡ് ഡേ.